ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓറിയോ ബിസ്ക്കറ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാണ്. എന്നാൽ ഈ ബിസ്ക്കറ്റ് സ്ഥിരം കഴിച്ചാൽ ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒട്ടനവധി ഉണ്ട് എന്നാണ് ഡോക്ടർ ഡാനിഷ് സലിം പറയുന്നത്. ഈ ബിസ്ക്കറ്റ് സ്ഥിരം കഴിച്ചാൽ ഒരുപക്ഷെ സ്ട്രോക്കിന്റെ അവസ്ഥയിലേക്ക് എത്തിയേക്കാമെന്നും ഡോക്ടർ പറയുന്നുണ്ട്. ഈ ബിസ്ക്കറ്റിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഡോക്ടർ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബിസ്ക്കറ്റാണ് ഓറിയോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നല്ല വിശപ്പുണ്ടെങ്കിൽ എൻ്റെ ഒരു ഡ്രോയർ തുറന്നു കഴിഞ്ഞാൽ ഒരു 4 ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടാവും. ചെറിയ പാക്കറ്റ്, ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തീരും. ഒരു 4 ബിസ്ക്കറ്റാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു എൻ്റെ അകത്തുള്ളത്. കാരണം അത് വിശപ്പ് ഒന്ന് പെട്ടെന്ന് കഴിക്കും. ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നും. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. ശരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് ധാരാളം പഠിക്കുകയും കുറെ കാര്യങ്ങൾ നോക്കുകയും ചെയ്തതിന് ശേഷം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് തൊട്ടിട്ടില്ല. കാരണം അത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പൊ ആ ഒരു ബിസ്ക്കറ്റിനെ മാത്രം എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു ട്രെൻഡാണ്. മിക്ക മെക്ഡൊണാൾഡ്സിൽ പോലും ഓറിയോ ഐസ്ക്രീമാണ് അവിടെ കൊടുക്കുന്നത്. ഇതിപ്പോ വല്ലപ്പോഴും കഴിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, അതായത് മാസത്തിൽ ഒരിക്കലൊക്കെ. പക്ഷെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് വളരെയധികം ഡേഞ്ചറസ് ആണ്. ഇപ്പൊ എന്തുകൊണ്ട് ഇത് ഡേഞ്ചറസ് ആണ് എന്ന് പറയുന്നതിന്റെ കാര്യം പറയാം. ഈ ഓറിയോ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് മൊത്തമായിട്ട് പഞ്ചസാരയാണ്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ നല്ല പഞ്ചസാരയല്ല, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള HFCN എന്നുള്ള ഒരു പഞ്ചസാരയാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നത്. ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, HFCS എന്നുള്ള ഒരു സിറപ്പ്. ഇത് കൂടാതെ ഇതിൻ്റെ അകത്ത് പല രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് കനോള ഓയിലാണ്. ഇന്ത്യയിലും മറ്റും കിട്ടുന്നത് പാം ഓയിൽ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതും റിഫൈൻഡ് ആയിട്ടുള്ള പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഹൈലി ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, അതും സാച്ചുറേറ്റഡ് ഫാറ്റ്. നമ്മുടെ ബോഡിക്ക് വളരെയധികം ദോഷകരമായിട്ടുള്ള ഫാറ്റാണ് അടങ്ങിയത്. 33% കൂടുതലാണ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റാണ്. പിന്നെ ഇത് കൂടാതെ ഇത് ഹൈലി പ്രോസസ്ഡ് ആണ്. അത് പ്രോസസ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് പലതരത്തിലുള്ള കെമിക്കൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽസ് എല്ലാം സ്ഥിരമായിട്ട് പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ അവരുടെ വളർച്ചയ്ക്ക് പ്രശ്നമുണ്ടാവും, അവരുടെ പ്രതിരോധശക്തിക്ക് കുറവുണ്ടാവാം, അതുപോലെ ഭാവിയിൽ ഇവർക്ക് പൊണ്ണത്തടി ഉണ്ടാകും, പ്രത്യേകിച്ചും വയറിന് ചുറ്റുമുള്ള വണ്ണം ഉണ്ടാവാം, പ്രമേഹം ഉണ്ടാവാം, അമിത രക്തസമ്മർദ്ദം ഉണ്ടാവാം, ഹൃദയ സംബന്ധമായ പ്രോബ്ലം, സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത, കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ, പല്ലിൽ മോണയിലൊക്കെ ഇത് പല്ല് തെളിച്ചു പോവുക, അതുപോലെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ബിസ്ക്കറ്റ് നമുക്ക് നിർത്താൻ പറ്റില്ല. മിനിമം ഒരു 10 കഴിക്കും. 10 കഴിക്കുമ്പോൾ എത്ര കാലറി നമ്മുടെ ശരീരത്തിൽ എത്തുന്ന അറിയോ? 700 കാലറി എനർജിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. നമുക്ക് ഒരു ദിവസം നല്ലോണം ഒരു കുറച്ച് വർക്കൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് 1800 മുതൽ 2000 കാലറി എനർജിയാണ് വേണ്ടത്. 700 കാലറി 10 ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ വിശപ്പ് മാറിയോ? മാറിയിട്ടില്ല. വീണ്ടും കഴിക്കാൻ തോന്നും അല്ലെ? സാധാരണ ഒരു ബിസ്ക്കറ്റ് കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ബാക്കിയുള്ള കണ്ടൻസ് നോക്കിയാലോ, ഇതിന്റെ ബാക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 11 ഇൻഗ്രീഡിയൻസ് ആണ് മിക്കതിലുള്ളത്. പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എല്ലാം നല്ല കാര്യങ്ങളാണ്. വളരെ ചെറുതായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കി. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ പാം ഓയിൽ അടങ്ങിയിട്ടുണ്ട്, ഹൈഡ്രോസിനാസോൾ എന്നുള്ളൊരു സാധനവും, ബ്യൂട്ടിലൈറ്റ് ഹൈഡ്രോക്സി ടൊലൂൻ എന്ന സാധനവും, സോഡിയം ബെൻസോയേറ്റ് പോലുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ അത് ശരീരത്തിന് നല്ലതല്ല. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ചോറ് കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുങ്ങിയ മുട്ടയോ അല്ലെങ്കിൽ പുഴുങ്ങിയ പഴമോ അല്ലെങ്കിൽ മുളപ്പിച്ച പയറൊക്കെയാണ് കഴിച്ചത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊടുത്ത ഒരു ഓറിയോ ബിസ്ക്കറ്റ് അങ്ങ് പൊട്ടിച്ചു കൊടുക്കുകയാണ്, അത് കഴിക്കട്ടെ എന്ന് വിചാരിക്കും. പലപ്പോഴും പലയിടത്തും ഒളിപ്പിച്ചൊക്കെ ഓറിയോ ബിസ്ക്കറ്റ് വെക്കാറുണ്ട്. ഈ ഒളിപ്പിച്ച് വെക്കുന്ന ബിസ്ക്കറ്റ് ഒക്കെ കണക്കാണ്, പക്ഷെ ഓറിയോ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല. അതങ്ങനെ പുറത്തോട്ട് ചാടുന്ന രീതിയിലുള്ള പൊണ്ണത്തടിയായിരിക്കും നമുക്കുണ്ടാവും. അപ്പൊ ഒരു കാരണവശാലും ഓറിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ബിസ്ക്കറ്റുകൾ സ്ഥിരമായി കഴിക്കാതിരിക്കുക. അമിതമായിട്ടുള്ള പൊണ്ണത്തടി ഇപ്പോൾ ഉണ്ടാകുന്നതിന്റെയും അമിതമായിട്ടുള്ള പ്രമേഹം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെയും ഒരു പ്രധാന കാരണമാണ് ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റുകൾ. എന്തുമാത്രം അപകടകരമായിട്ടുള്ള ഒരു സാധനമാണെന്ന് കരുതിക്കുക. അപ്പൊ കുട്ടികൾക്കൊന്നും സ്ഥിരമായിട്ട് കൊടുക്കാതിരിക്കുക. വല്ലപ്പോഴും ഒക്കെ 1-2 ബിസ്ക്കറ്റ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സ്ഥിരമായിട്ട് കൊടുത്താൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബിസ്ക്കറ്റിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി ഈ ബിസ്ക്കറ്റ് നിങ്ങൾ വാങ്ങി കഴിക്കുമ്പോഴും നിങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.